നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കുമാരരാമം ഇടപ്പഴിഞ്ഞി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോലീസിന്റെ നരനായാട്ട്. ക്ഷേത്ര മതപഠശാല യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്ന ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയും മതപാഠശാല തല്ലി തകർക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് 1:30 മഫ്തിയിലുള്ള ഏതാനും പോലീസുകാർ സമീപത്തുള്ള അളകാപുരി ഓഡിറ്റോറിയത്തിലൂടെ ക്ഷേത്രമതിൽ ചാടിക്കടന്ന് മതപാഠശാല യോഗത്തിൽ പങ്കെടുത്തിരുന്ന പ്രവർത്തകരെ പൂട്ടിയിട്ടത്. പിന്നാലെ യൂണിഫോം ധരിച്ചെത്തിയ പോലീസുകാർ ക്ഷേത്ര ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കടന്ന് മതപാഠശാലയുടെ കതക് ചവിട്ടിപ്പൊളിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സംഘം കണ്ണിൽ കണ്ടവരെയെല്ലാം ക്രൂരമായി മർദ്ദിച്ചു. യോഗത്തിൽ പങ്കെടുത്ത 4 പേരെ അതിക്രൂരമായി മർദ്ദിച്ചു. ഉടുമുണ്ടുപോലും ഉരിഞ്ഞ് വലിച്ചഴിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി. വാഹനത്തിൽ വെച്ചും ഇവരെ ക്രൂരമായി മർദ്ദിച്ചു. മതപാഠശാല തല്ലി തകർക്കുകയും ചെയ്തു. വേദഗ്രന്ഥങ്ങൾ വലിച്ചെറിഞ്ഞു. മതപാഠശാലയ്ക്കുള്ളിൽ വെച്ചിരുന്ന ദേവീ ദേവന്മാരുടെ ചിത്രങ്ങളും ബിംബങ്ങളും തല്ലി തകർത്തു. ശ്രീകൃഷ്ണ വിഗ്രഹവും മതപാഠശാലയിലെ പുസ്തക അലമാരകളും തകർത്തു. വട്ടിയൂർക്കാവ് SHO വിപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിക്രമം കാട്ടിയത്. CPM ബന്ധമുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നേരത്തെ തന്നെ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന ആരോപണം നേരിടുന്ന ആളാണ്. അതീവ രഹസ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുടുംബസമേതം ഇന്നലെ ദർശനത്തിനെത്തി. ദേവസ്വം ജീവനക്കാരുടെയും മറ്റുദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു ദർശനം. ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ രാജു ഗുരുവായൂരിനെ ദേവസ്വം സുരക്ഷാ ജീവനക്കാർ വളയുകയും തടയുകയും ചെയ്തു. തുടർന്ന് ഇദ്ദേഹത്തെ പിടിച്ചു തള്ളുകയും ക്യാമറയിലുണ്ടായിരുന്ന ദൃശ്യങ്ങൾ ബലമായി ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ മകന്റെ ദർശനം രഹസ്യമായി സൂക്ഷിക്കാനുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരുടെ നീക്കം ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ തടഞ്ഞതും വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ VIP-കൾ ക്ഷേത്രത്തിലെത്തുമ്പോൾ മാധ്യമങ്ങളെ അറിയിക്കുന്ന പതിവുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ മകന്റെ വരവ് അതീവ രഹസ്യമായാണ് കൈകാര്യം ചെയ്തത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ പ്രതിഷേധവുമായി മാധ്യമ പ്രവർത്തകർ രംഗത്തെത്തി. ലോൺ ആപ്പ് തട്ടിപ്പിൽ തന്റെ ചിത്രം ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി നടൻ അജു വർഗീസ്. സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ AM ട്രസ്റ്റ് ലോൺ സർവീസസ് എന്ന ലോൺ ആപ്പ് തട്ടിപ്പ് സ്ഥാപനം അനുമതിയില്ലാതെ തന്റെ ചിത്രം ഉപയോഗിച്ച് പരസ്യം ചെയ്തതിനെതിരെയാണ് അജു രംഗത്തെത്തിയിരിക്കുന്നത്. 3 ലക്ഷം വരെ കേരളത്തിൽ എവിടെയും ലോൺ നൽകുമെന്ന തരത്തിലാണ് തട്ടിപ്പ് സ്ഥാപനത്തിന്റെ പരസ്യം. ഇത് തട്ടിപ്പാണെന്നും തന്റെ അനുമതിയോടെയുള്ള പരസ്യമല്ലെന്നും ദയവായി ഈ വ്യാജ വാഗ്ദാനങ്ങളിൽ വീണ് നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്ത പണം നഷ്ടപ്പെടുത്തരുതെന്നും അജു വർഗീസ് പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വീണ്ടും വാദം നടക്കും. ശബരിമല മുൻ തന്ത്രി കണ്ഠര് രാജീവര് ഇന്നും വാദമുന്നയിക്കും. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ സ്വഭാവ സവിശേഷതകൾ ഉണ്ടെന്നും ശബരിമലയിലെ ആചാരം അനിവാര്യമാണ് ഒന്നാണോ എന്ന് കോടതിക്ക് പരിശോധിക്കാൻ ആകില്ലെന്നും കഴിഞ്ഞ തവണ വാദം ഉന്നയിച്ച ഘട്ടത്തിൽ തന്ത്രി കണ്ഠര് രാജീവര് പറഞ്ഞിരുന്നു. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണച്ച് ഇന്ന് മുതിർന്ന അഭിഭാഷകരായ ഗോപാൽ സുബ്രഹ്മണ്യവും മുകുൾ രോഹ്തങ്കിയും വാദം നടത്തും. സമയം ലഭിച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ വാദവും ഇന്നുണ്ടായേക്കും. ശബരിമലയിൽ വിശ്വാസികളായ സ്ത്രീകൾ പ്രായവിലക്ക് പാലിക്കുന്നുവെന്ന നിരീക്ഷണം കഴിഞ്ഞ തവണ ജസ്റ്റിസ് നാഗരത്ന നടത്തിയിരുന്നു. കോഴിക്കോട് ട്രെയിനിന് നേരെയുണ്ടായ കല്ലേറിൽ വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ ഒരാൾ പിടിയിൽ. കടലുണ്ടി വടക്കുംപാട് സ്വദേശി കൃഷ്ണകുമാറാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. പ്രതി ലഹരി ഉപയോഗിച്ച ശേഷം ട്രെയിനിന് നേരെ കല്ലെറിയുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ മാസം 30-ാം തീയതിയായിരുന്നു ആലുവയിലെ ഹോസ്റ്റലിൽ നിന്നും ട്രെയിനിൽ കോഴിക്കോട് പുറമേരിയിലെ വീട്ടിലേക്ക് വരുന്നതിനിടെ എരിഞ്ഞോളി താഴെക്കുനിയിൽ ഐശ്വര്യയ്ക്ക് കല്ലേറിൽ പരിക്കേറ്റത്. സംഭവം നടന്ന് 20 ദിവസം കഴിഞ്ഞിട്ടും ഐശ്വര്യയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാനാവാത്ത സ്ഥിതിയാണ്. ആലുവ UC കോളേജിലെ ബയോ ഇൻഫർമാറ്റിക് PG വിദ്യാർത്ഥിയാണ് ഐശ്വര്യ. ശംഖുമുഖം ബീച്ചിൽ വിദ്യാർത്ഥികൾക്ക് നേരെ സദാചാര പോലീസ് ചമഞ്ഞ ആക്രമണം. ബീച്ചിൽ വിശ്രമിക്കാനിരുന്ന 21-കാരനായ അതിതോഷ്, പല്ലവി എന്നിവരെയാണ് സദാചാര പോലീസ് ചമഞ്ഞ യുവാക്കൾ ആക്രമിച്ചത്. ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ 1-ാം വർഷ BA MS വിദ്യാർത്ഥികളാണ് ഇരുവരും. സംഭവത്തിൽ ഭീമാപ്പള്ളി സ്വദേശികളായ 31-കാരൻ റയീസ്, ഇയാളുടെ സുഹൃത്ത് 26-കാരനായ ഹസൻ എന്നിവർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ്. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസിലെത്തി. കനത്ത ചൂടായതിനാൽ അങ്കണവാടികളിൽ കുട്ടികളെ അയക്കണോ എന്ന് മാതാപിതാക്കൾക്ക് തീരുമാനിക്കാമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി പറഞ്ഞു. മാറ്റിവെക്കാനാവാത്ത പരീക്ഷകൾ ഉണ്ടെങ്കിൽ ചൂടിനെ അതിജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നും കളക്ടർ പറഞ്ഞു. ലോജിസ്റ്റിക്സ് മേഖലയിലടക്കം അഭ്യസ്തവിദ്യരായ 100 കണക്കിന് യുവജനങ്ങൾക്ക് തൊഴിലവസരം സൃഷ്ടിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് 400 മീറ്റർ ബർത്ത് ഇക്കൊല്ലം പൂർത്തിയാക്കും. നിലവിലെ 800 മീറ്റർ ബർത്ത് ഒറ്റഘട്ടമായി 2000 മീറ്റർ ആക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. അതിന് 2028 ഡിസംബർ വരെ സാവകാശം വേണമായിരുന്നു. എന്നാൽ
കപ്പലുകൾ കൂട്ടത്തോടെ വിഴിഞ്ഞം തേടി വന്നു തുടങ്ങിയതോടെ 400 മീറ്റർ ബർത്ത് ഇക്കൊല്ലം അവസാനത്തോടെ പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധപ്രതിസന്ധി മൂർച്ഛിച്ചതോടെ നടുക്കടലിൽ കുടുങ്ങിപ്പോയ 100-ലേറെ കപ്പലുകൾ വിഴിഞ്ഞു തടുക്കാൻ അനുമതി തേടിയിരുന്നു. സംസ്ഥാനത്ത് 2 ദിവസത്തിനിടെ പാമ്പുകടിയേറ്റ് പൊലിഞ്ഞത് 2 ജീവൻ. ഞായറാഴ്ച തൃശൂരിൽ 8 വയസ്സുകാരൻ ആൽജോയുടെ മരണത്തിന് പിന്നാലെ തിരുവനന്തപുരം കാരേറ്റിൽ ഇന്നലെ പാമ്പുകടിയേറ്റ് മരിച്ചത് 75 വയസ്സുള്ള സുധർമ്മ. വീട്ടിന് സമീപത്തെ കിണറിനടുത്തെ മുളക് ചെടിക്ക് വെള്ളമൊഴിക്കുന്നതിനിടെയാണ് സുധർമ്മയ്ക്ക് കടിയേറ്റത്. അതിനിടെ ആൽജോയുടെ ചികിത്സയിലുള്ള ജ്യേഷ്ഠൻ അനോജിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വെന്റിലേറ്റർ സപ്പോർട്ട് തുടരുകയാണ്. സംസ്ഥാനത്ത് ചൂട് കടുത്തതോടെ ഈർപ്പം തേടി വീടുകൾക്കുള്ളിലും പരിസരത്തും പാമ്പുകൾ എത്തുന്നതിനാൽ ജാഗ്രത വേണമെന്ന് വന്യജീവി സംരക്ഷകർ മുന്നറിയിപ്പ് നൽകി. ശീതരക്തജീവികളായ പാമ്പുകൾ ചൂട് കൂടുമ്പോൾ ഈർപ്പമുള്ള സ്ഥലങ്ങളിലെത്തും. വീട്ടുവളപ്പിലെ ചെടിച്ചട്ടികൾ, ടോയ്ലറ്റുകൾ, തടയോടുകൾക്കിടയിലെ വിള്ളലുകൾ, നനവുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ താവളമാക്കും. ചൂട് അമിതമായതോടെ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പാമ്പുകൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ അഭയം തേടും. മൂർഖൻ പകലാണ് സാധാരണ പുറത്തിറങ്ങുന്നത്. ശംഖുവരയൻ എന്നറിയപ്പെടുന്ന വെള്ളിക്കട്ടൻ രാത്രിയിലും തണുപ്പ് തേടി വീടിനോട് ചേർന്നുള്ള മരങ്ങളിലൂടെയും വള്ളികളിലൂടെയും മതിലുകളിലൂടെയും അകത്തേക്കെത്താൻ സാധ്യതയുണ്ട്. വെള്ളം പുറത്തേക്ക് പോകാനുള്ള ഓവുചാലുകൾ വഴിയും അകത്തെത്താം. വിറക്, മറ്റു വസ്തുക്കൾ എന്നിവ കൂട്ടിയിട്ടിരിക്കുന്നതിനിടയ്ക്കും കയറിയിരിക്കാം. ചൂട് കാരണം പലരും തറയിലും വീടിനു പുറത്തും കിടന്ന് ഉറങ്ങാറുണ്ട്. ഇത് പാമ്പുകടിയേൽക്കാനുള്ള സാധ്യത കൂട്ടും. തിരൂരിൽ യുവതിയും 1.5 വയസ്സുള്ള മകനും കിണറ്റിൽ മരിച്ച നിലയിൽ. ഏഴൂർ സ്വദേശിനി 30 വയസ്സുള്ള ഇർഫാന, 1.5 വയസ്സുള്ള മകൻ അമൻ മാലിക് എന്നിവരാണ് മരിച്ചത്. രാത്രിയിൽ ഇർഫാനയുടെ പിതാവ് പള്ളിയിൽ പോയതിനു ശേഷം കാണാതായ മകൾക്കായി തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത്. 4 മാസം മുൻപാണ് ഇർഫാനയുടെ ഉമ്മ മരിച്ചത്. ഇത് ഇർഫാനയെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു. ഇർഫാനയുടെ ഭർത്താവ് റാഫി വിദേശത്താണ്. ചൊവ്വാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ കോളേജ് അധികൃതർക്കും ലോൺ ആപ്പ് മാഫിയയ്ക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്തെത്തി. നിതിന്റെ മരണത്തിനു പിന്നിൽ ലോൺ ആപ്പ് ജീവനക്കാരുടെ ഭീഷണി മാത്രമല്ല, കോളേജ് അധികൃതരുടെ ക്രൂരമായ മാനസിക പീഡനവുമുണ്ടെന്ന് പിതാവ് രാജൻ പറഞ്ഞു. ഇന്നലെ നിതിൻ രാജിന്റെ പിതാവ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറെ നേരിട്ട് കണ്ടതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഏറനാട് എക്സ്പ്രസിൽ വനിതാ ടിടിയെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ച യുവാവ് പിടിയിലായി. തിരുവല്ല സ്വദേശി മനീഷാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ഞായറാഴ്ച വൈകിട്ട് ട്രെയിനിലെ D3 കോച്ചിലായിരുന്നു സംഭവം. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത് ചോദ്യം ചെയ്ത ടിടിയെ പ്രതി അസഭ്യം പറയുകയും കയ്യേറ്റത്തിന് മുതിരുകയുമായിരുന്നു. ടിടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കായംകുളത്ത് വെച്ചാണ് GRPF പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകാനാണ് താൻ ട്രെയിൻ കയറിയതെന്നാണ് പ്രതിയുടെ മൊഴിയെങ്കിലും പോലീസ് ഇത് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. തിരുവല്ല സ്വദേശിയായ ഇയാൾ എന്തിന് ആലപ്പുഴ വഴി കൊല്ലത്തേക്ക് യാത്ര ചെയ്തു എന്നതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പ്രതിക്കെതിരെ ഗുരുവായൂർ സ്റ്റേഷനിൽ മറ്റൊരു കേസ് നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ മനീഷിനെ റിമാൻഡ് ചെയ്തു. വിവിധ വകുപ്പുകളിൽ കർണാടക സർക്കാർ ജീവനക്കാർക്ക് മാർച്ച് മാസത്തെ ശമ്പളം ലഭിക്കുന്നത് വൈകുന്നു. ഏപ്രിൽ പകുതി കഴിഞ്ഞിട്ടും പല ജീവനക്കാർക്കും ശമ്പളം ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. റവന്യൂ, വിദ്യാഭ്യാസം, പോലീസ്, മൃഗസംരക്ഷണം, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ തുടങ്ങിയ പ്രധാന വകുപ്പുകളിലെ ജീവനക്കാരെയാണ് പ്രതിസന്ധി കാര്യമായി ബാധിച്ചത്. ഏപ്രിൽ 9, 10 തീയതികളിൽ ചിലർക്ക് ശമ്പളം ലഭിച്ചെങ്കിലും വലിയൊരു വിഭാഗം ഇപ്പോഴും കാത്തിരിപ്പിലാണ്. ഏപ്രിൽ 9 നടന്ന ദാവൻകര സൗത്ത്, ബാഗൽകോട്ട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഗൃഹലക്ഷ്മി പദ്ധതിയിലേക്ക് പണം വകമാറ്റിയതാണ് നിലവിലെ ശമ്പള പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോപണമുണ്ട്. നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി NCS പ്രകാരം ചൊവ്വാഴ്ച പുലർച്ചെ മണിപ്പൂരിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ഏപ്രിൽ 21 പുലർച്ചെ ഇന്ത്യൻ സമയം 5:50 ഭൂചലനമുണ്ടായത്. അതിന്റെ പ്രഭവ കേന്ദ്രം കാംജോങ്ങിലാണ്. രാജസ്ഥാനിലെ ബലോത്ര ജില്ലയിലെ പച്പദ്രയിലുള്ള റിഫൈനറി കം പെട്രോകെമിക്കൽ കോംപ്ലക്സിന്റെ സമർപ്പണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച നടത്താനിരുന്നെങ്കിലും അത് മാറ്റിവെച്ചു. ക്രൂഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റിന് സമീപമുണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ് ഏപ്രിൽ 21 പ്രധാനമന്ത്രി മോദി പച്പദ്ര റിഫൈനറി ഉദ്ഘാടനം ചെയ്യാനിരുന്നെങ്കിലും തീപിടുത്തത്തെ തുടർന്ന് പരിപാടി മാറ്റിവെച്ചത്. പശ്ചിമബംഗാളിലെ ഭരണകക്ഷിയായ TMCക്ക് കനത്ത തിരിച്ചടിയായി. നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്ര ഉപദേഷ്ടാവായ IPAC സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. കൺസൾട്ടന്റിലെ ജീവനക്കാരോട് 20 ദിവസത്തേക്ക് ജോലിക്ക് വരരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പാക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നതിനിടെ US ഇടഞ്ഞ് ഇറാന്റെ
കീഴടങ്ങൽ പ്രതീക്ഷിക്കേണ്ട എന്ന് അമേരിക്കയ്ക്ക് ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം അടുത്ത ഘട്ട ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിൽ എത്തുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇറാൻ ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. വെടിനിർത്തലിനിടയിലും ഇറാന്റെ കപ്പലുകൾക്ക് അമേരിക്ക നാവിക ഉപരോധം ഏർപ്പെടുത്തിയതാണ് ഇറാനെ ചൊടിപ്പിച്ചത്. ആപ്പിൾ CEO സ്ഥാനത്ത് നിന്ന് കിം കുക്ക് പടിയിറങ്ങുന്നു. ഓഗസ്റ്റ് അവസാനം വരെയാവും ഈ പദവിയിൽ തുടരുകയെന്ന് കിം കുക്ക് പ്രസ്താവനയിൽ അറിയിച്ചു. ജോൺ ടെർനസ് ആണ് ആപ്പിളിന്റെ പുതിയ CEO ആയി ചുമതലയേൽക്കുക. നിലവിൽ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് സീനിയർ വൈസ് പ്രസിഡന്റാണ് 50 വയസ്സുകാരനായ ജോൺ ടെർനസ്. CEO സ്ഥാനത്ത് നിന്ന് മാറിയാലും ടിം കുക്ക് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി തുടരുമെന്ന് ആപ്പിൾ അറിയിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷം മൂലമുണ്ടായ ഇന്ധനക്ഷാമം രാജ്യത്തിന്റെ അവശ്യ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ ബാധിക്കുന്നതിനാൽ ബംഗ്ലാദേശിലെ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖല വലിയ തോതിലുള്ള അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. തിങ്കളാഴ്ച അസോസിയേഷൻ ഓഫ് മൊബൈൽ ടെലികോം ഓപ്പറേറ്റേഴ്സ് ഓഫ് ബംഗ്ലാദേശ് AMTOB ഒരു കർശന മുന്നറിയിപ്പ് നൽകി. സർക്കാർ അടിയന്തര ഇടപെടൽ കൂടാതെ തുടർ പ്രവർത്തനങ്ങൾ ഇനി നിലനിൽക്കില്ല എന്ന് പ്രസ്താവിച്ചു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.